ഷീപ്പ് മൈനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ ഷീപ്പ് ഗ്രൈൻഡിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ. ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ ലാഗൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാം. സോ ഇനി നമ്മൾ ഇവിടെ നിന്ന് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10 10 ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നിന്ന് 10 ബ്ലോക്ക് ഇങ്ങനെ എടുത്ത് 1 2 3 4 5 6 10. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ഷീപ്പ് മാറട്ടെ. ഇവിടെ ആയിരിക്കും കറക്റ്റ്. ഓക്കെ, 2 3 4. ഓക്കെ, 4. ഇവിടെ നിന്ന് ഇനി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം ഗൈസ്. ഇല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ഇല്ലെങ്കിൽ ചെറുതായി കൺഫ്യൂസ്ഡ് ആയിപ്പോകും നമ്മൾ. സോ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങനെ അപ്പുറ സൈഡും കൂടി ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു ബിൽഡിങ് ഞാൻ നിങ്ങളെ ഒന്നുമില്ല കാണിച്ചേക്കാം. വെറുതെ കുറച്ചെങ്ങനെ ഞാൻ ബിൽഡ് ചെയ്യട്ടെ ഗൈസ്. ആദ്യം 1 2 3 4 5 6 7 8 9 10 ഇവിടെ നിന്ന് 1 2 3 4. ഓക്കെ, ഇതുപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാറുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ പ്ലാങ്ക് വെച്ച് നിറച്ചാൽ മതി ഗൈസ്. സോ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും മാക്സിമം റെക്കോർഡിങ് ചെറുതാക്കാൻ വേണ്ടി നിങ്ങൾ ബിൽഡ് ചെയ്ത് മൊത്തം അത്യാവശ്യം ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ ബേസ് ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോൾ ഓഡിയോ ഒന്നും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോറി, ടട്ടയുടെ ഇതാണ് ബേസ്. കണ്ടോ, നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ ഏതാണ്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഫോൺ ചാർജിലൊക്കെ ഇടേണ്ടി വന്നു. അപ്പോൾ ഇൻറ്റീരിയർ വർക്ക്സായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ.